السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ود الفرار فكادوا يغبطون به أشالت مع الإقبال والرخام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 122ാമത്തെ ക്ലാസ്സാണ് ഇത്. 120ാമത്തെ വരിയാണ് ഇത്. കഴിഞ്ഞ വരിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം മാത്രമേ ഇനി വഴിയുള്ളൂ എന്ന് കണ്ട സമയത്ത് പല യുദ്ധരണാങ്കണങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബത്തിനും പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവക്ക് ആ പങ്കെടുത്ത യുദ്ധങ്ങളിൽ ഓരോ രണാങ്കണങ്ങളിലും ശത്രുക്കൾക്ക് വലിയ പരാജയം നേരിട്ടു എന്ന് മാത്രമല്ല, അവരുടെ ശരീരങ്ങൾ കൈകന്മാരും ശ്രദ്ധജീവികളും വന്ന് കൊത്തിപ്പറിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ആരും നോക്കാനും നേരാവണ്ണം സംസ്കരിക്കാനും ഇല്ലാത്ത രൂപത്തിൽ വളരെ ദാരുണമായ അന്ത്യം സംഭവിച്ചു എന്ന് ഇമാം ബൂസൂരി തങ്ങൾ കഴിഞ്ഞ വരിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിനോട് തുടർന്നുകൊണ്ട് യുദ്ധരണാങ്കണത്തിലുള്ള മറ്റൊരു അവസ്ഥയെ വിവരിക്കുകയാണ് മഹാനവറുകൾ. കഴിഞ്ഞ വരിയിൽ പറഞ്ഞത് യുദ്ധരണാങ്കണത്തിൽ ചത്തുകിടക്കുന്ന അവരുടെ മൃതശരീരങ്ങളെ കുറിച്ചാണെങ്കിൽ, മരിക്കാതെ യുദ്ധ പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കുന്ന ശത്രുക്കളുടെ ആ ഒരു അവസ്ഥയെയാണ് ഈ വരിയിൽ മഹാനവറുകൾ പറയുന്നത്. വദ്ദോ, അവർ ഇഷ്ടപ്പെട്ടു, അവർ ആഗ്രഹിച്ചു, ശത്രുക്കൾ ആഗ്രഹിച്ചു. എന്താണ് ആഗ്രഹിച്ചത്? അൽ ഫിറാറ, ഓടിപ്പോകാൻ വല്ലാതെ അവർ ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു. പക്ഷേ വല്ലാതെ ഓടിപ്പോകാൻ അവർ ആഗ്രഹിച്ചു നോക്കുമ്പോൾ അവർക്ക് ഓടാൻ ഒരു മാർഗമില്ല. നാനാഭാഗത്തും സഹാബത്ത് ഇങ്ങോട്ട് വളഞ്ഞ് അവർക്ക് ഓടി രക്ഷപ്പെടാൻ ഒരു അവസ്ഥയും ഇല്ലാതെ ആയപ്പോൾ ഫകാദോ, അവര് അടുത്തായി, യഗ്ബിതൂന, വല്ലാതെ കൊതിക്കാൻ ആഗ്രഹിക്കുന്നവരായി, വല്ലാതെ ആഗ്രഹിക്കുന്നവരായി, ബിഹി, ആ ഓടൽ കാരണം മാനക്കേട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് യുദ്ധരണാങ്കണത്തിൽ നിന്ന് അവർ ഓടുകയാണ്. പക്ഷേ അറബികളെ സംബന്ധിച്ചിടത്തോളം യുദ്ധരണാങ്കണത്തിൽ നിന്ന് ഓടുക എന്നുള്ളത് അവരുടെ ജീവൻ പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതാണ്. അവര് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അത്. പക്ഷേ ഓടൽ അല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് അവർ ഓടുകയാണ്. അങ്ങനെ ഓടുമ്പോൾ ഫകാനോ യഗ്ബിതൂന, അവർ വല്ലാതെ ആഗ്രഹിക്കാൻ അടുത്തായി. ആ ഓട്ടം കാരണം അവർ മോഹിക്കുന്ന രൂപത്തിലായി. എന്തിന് അവർ ആഗ്രഹിച്ചു? ചില അവയവങ്ങൾ ആവണമെന്ന് ആഗ്രഹിച്ചു. എന്താണ് അവയവങ്ങളുടെ പ്രത്യേകത? ശാലത്തെ, ആ അവയവങ്ങൾ ഇങ്ങനെ ഉയരുന്നുണ്ട്, പൊന്തുന്നുണ്ട്. മാലിക്കുബാനി, പ്രാപ്പിടിയന്മാരോട് കൂടിയും, വർറഹമി, കൈകന്മാരോട് കൂടിയും. കൈകന്മാരും പ്രാപ്പിടിയന്മാരുമായ രണ്ട് പക്ഷികൾ വന്നുകൊണ്ട് യുദ്ധക്കളത്തിൽ കടക്കുന്ന മൃതശരീരങ്ങൾ കൊത്തിവലിച്ചിങ്ങനെ പൊന്തുകയാണ്. ഈ കൈകനും ഈ പ്രാപ്പിടിയനും ഇത് രണ്ടും ശവന്തീനികളാണ്. ശവം കൊത്തി വലിച്ചു തിന്നുന്ന പക്ഷികളാണ് ഇവർ രണ്ടും. ആ രണ്ട് പക്ഷികൾ
യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധരണാങ്കളത്തിൽ ഇറങ്ങി ശവത്തിൽ നിന്ന് കൊത്തിവലിച്ച് അവയവങ്ങളുമായി അതുമായി ഉയരുമ്പോൾ അത് നോക്കിയിട്ട് അവര് ആഗ്രഹിക്കും. അത് നോക്കിയിട്ട് അവര് ആഗ്രഹിക്കുന്നു അതുപോലെയെങ്കിലും ഒന്ന് ആയിരുന്നെങ്കിൽ, എന്നാൽ ഈ മാനക്കേട് സഹിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ആ യുദ്ധരണാങ്കളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നുവെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന പരുവത്തിലേക്ക് അവർ ആയിത്തീർന്നു എന്നാണ് ഇതിൻ്റെ ഏകദേശം അർത്ഥം. ടോട്ടൽ അർത്ഥം എന്തായി? വദ്ദുൽ ഫിറാറാഫക ദുയഗ്ബിതുന ബിഹി അശ്ലാശാലത്ത് മാഅൽ ഇഖ്ബാനി വറഹമി. അവർ ഓടിപ്പോകാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. അല്ല, പ്രാപിടിയന്മാരും കൈകന്മാരും കൊത്തുയർത്തുന്ന അവയവങ്ങൾ ആയെങ്കിൽ എന്ന് ഒരു വേള വല്ലാതെ അവർ ആശിച്ചു പോയി. അപ്പോൾ മുസ്ലിങ്ങളുമായുള്ള കടുത്ത പോരാട്ടത്തിൽ പ്രകടമാകുന്ന ശത്രുക്കളുടെ പരിഭ്രാന്തി വർണ്ണിക്കുകയാണ് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ഇവിടെ ചെയ്യുന്നത്. യുദ്ധം കൊടുമ്പിരി കൊള്ളവേ അവര് പിന്തിരിഞ്ഞോടാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ യുദ്ധരണാങ്കണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും വഴികളും അടക്കപ്പെട്ടിരിക്കുന്നുവെന്നും തങ്ങൾക്ക് ചുറ്റിലും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും അപ്പോൾ ആഗ്രഹിച്ചു പോകുകയാണ്. ആ കൈകന്മാരും പ്രാപിടിയന്മാരും വന്ന് തങ്ങളുടെ ചത്തുകിടക്കുന്ന സഹോദരങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൊത്തി അടർത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതുപോലത്തെ ഒരു ശരീരമെങ്കിലും ആയിത്തീർന്നെങ്കിൽ എന്ന് അവരെങ്ങനെ ആഗ്രഹിച്ചു പോകുകയാണ്. ഇങ്ങനത്തെ ഒരു കുടുക്കിൽ പെടാതിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. അതുപോലെ എങ്ങനെയാണ് ഇനി മുസ്ലിങ്ങളുടെ മുഖത്തേക്ക് നോക്കുക, എങ്ങനെയാണ് അവരുടെ മുമ്പിൽ മാനം കെടുക എന്നിങ്ങനെ അവർ ആഗ്രഹിച്ചു പോകുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റുമുട്ടാൻ വന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നവർക്ക് ഒരാൾക്കും അന്തസ്സോടെ മടങ്ങാൻ ഒരു വിധത്തിലും അവസരം വെച്ചു കൊടുത്തിട്ടില്ല. ഉഹുദിലും മുനൈനിലും മുസ്ലിങ്ങൾക്ക് പരാജയം സംഭവിച്ചു. ഏത് യുദ്ധത്തിലും ധാരാളം നാശനഷ്ടങ്ങൾ ശത്രുക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പിടഞ്ഞ് കൊല്ലപ്പെടുന്നവരെ നോക്കി വീഴാത്തവര് അസൂയപ്പെടുന്ന സ്ഥിതി വരെ എത്തി. എന്താണ് ഓന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഈ നാണക്കേട് സഹിക്കേണ്ടി വരില്ലല്ലോ എന്ന് വരെ പറഞ്ഞു. കാരണം വലിയ അഭിമാനികളും തറവാടികളുമായ ഈ ശത്രുക്കൾക്ക് യുദ്ധരണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോകുക എന്നുള്ളത് അത്രക്കും വലിയ ഒരു നാണക്കേടാണ്. അങ്ങനെ അവര് ആ കൈകന്മാരും പ്രാപിടിയനും കൊത്തിവലിച്ചു കൊണ്ടുപോകുന്ന ആ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശരീരങ്ങൾ, ആ ശരീരം ഞങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ശത്രുക്കൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് ആഗ്രഹിച്ച ആളല്ല, യുദ്ധക്കൊതിയനുമല്ല. മുത്തുനബി തങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നവരെ അങ്ങോട്ട് എതിർക്കുക മാത്രമാണ് നബി തങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളൊക്കെ വമ്പിച്ച വിജയം കൈവരിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം അതിൽ പ്രസിദ്ധമാണ്. അങ്ങനെ പല യുദ്ധങ്ങളിലും നബി തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളിലൊക്കെ വളരെ വമ്പിച്ച വിജയം കൈവരിച്ചിട്ടുമുണ്ട്. അല്ലാഹുവേ, മുത്തുനബി തങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്ന ഈ പരിശുദ്ധ ദീനിന്റെ
ഖാദിമായി ജീവിക്കാൻ, അവിടുത്തെ ആശിക്കായി ജീവിക്കാൻ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ, അവിടുത്തെ സ്നേഹിച്ചു ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ബുർദയുടെ ഖിദ്മത്ത് ഒരു സാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ.